നമസ്കാരം. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സാണല്ലോ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചർച്ചയായിരിക്കുന്നത്. മഞ്ചേശ്വരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് ആരംഭിച്ച ഈ നവകേരള സദസ്സ് 140 നിയോജക മണ്ഡലങ്ങളിലൂടെയും കടന്നുപോയി കഴിയുമ്പോൾ കേരളത്തിൽ ഏതാണ്ട് കലാപ സമാനമായ ഒരു അന്തരീക്ഷം പൂർത്തിയാകും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് എവിടെയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം പ്രതിഷേധ സൂചകമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കരിങ്കൊടി കാണിക്കുന്നു. ജനാധിപത്യപരമായ രീതിയിൽ കരിങ്കൊടി കാണിക്കാനുള്ള അവകാശത്തെ മുഖ്യമന്ത്രി യാതൊരു കാരണവശാലും വകവെച്ച് കൊടുക്കില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു ധാർഷ്ട്യത്തോടു കൂടി തന്നെയാണ് മുഖ്യമന്ത്രി നവകേരള സദസ്സ് യാത്ര നടത്തുന്നത്. മുഖ്യമന്ത്രിക്ക് എന്താണ് എന്നറിയില്ല, കറുപ്പ് നിറം കണ്ടു കഴിഞ്ഞാൽ വളരെ അലർജിയാണ്. നവകേരള സദസ്സ് യാത്ര മഞ്ചേശ്വരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചപ്പോൾ അത് കണ്ണൂർ കല്യാശ്ശേരിയിൽ എത്തിയപ്പോഴാണ് ആദ്യമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. അതുവരെയും വലിയ കുഴപ്പങ്ങളില്ലാതെ നവകേരള സദസ്സ് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ കണ്ണൂർ കല്യാശ്ശേരിയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ യാത്രാ ബസ്സിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചാടി വീഴുകയും അവരെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും CPM ഗുണ്ടകളും ചേർന്ന് മർദ്ദിച്ച് ദൃശ്യങ്ങളെല്ലാം നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞതാണ്. എന്നാൽ മുഖ്യമന്ത്രി അതിന് രക്ഷാപ്രവർത്തനം എന്നാണ് വിശേഷിപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ്കാരെ ഡിവൈഎഫ്ഐക്കാരും CPMകാരും കൂടെയുണ്ടായിരുന്ന പോലീസുകാരും രക്ഷാപ്രവർത്തനം നടത്തി രക്ഷിക്കുകയായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ നവകേരള സദസ്സ് ആലപ്പുഴയും പിന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ആലപ്പുഴയിൽ നവകേരള സദസ്സ് നടക്കുന്ന അവസരത്തിൽ പതിവ് പോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിക്കുകയുണ്ടായി. പതിവ് പോലെ തന്നെ CITU പ്രവർത്തകരും CPM ഗുണ്ടകളും ഡിവൈഎഫ്ഐ പ്രവർത്തകരും രക്ഷാപ്രവർത്തനം നടത്തി യൂത്ത് കോൺഗ്രസ്കാരെ കയ്യിൽ കിട്ടിയ എല്ലാ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും തല്ലിച്ചതച്ചു. കരിങ്കൊടി കാണിക്കാൻ ഇനി ഒരുത്തിനെയും കേരളത്തിൽ അനുവദിക്കില്ല എന്ന മട്ടിൽ തന്നെയായിരുന്നു CPM പ്രവർത്തകരുടെയും ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെയും ആക്രോശം. എന്തിനാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരും CPM ഗുണ്ടകളും ചേർന്ന് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് രാഷ്ട്രീയമതികളായ നിഷ്പക്ഷമതികളായ പൊതുജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിങ്കൊടി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിരിക്കുന്ന ആളുകൾ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിന്നെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാർട്ടിക്കാരും കുട്ടി സഖാക്കളും കൂടി ഇങ്ങനെ പിണറായി വിജയൻ നവകേരള സദസ്സ് നടത്തുമ്പോൾ ആ നവകേരള സദസ്സിനെതിരെ കരിങ്കൊടി കാണിക്കുന്നവരെ തല്ലിച്ചതയ്ക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നത്? കരിങ്കൊടി കാണിക്കുവാൻ ജനാധിപത്യപരമായ രീതിയിൽ എല്ലാവർക്കും അവകാശമുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. SFIക്കാർ ഗവർണറെ 3 ഇടങ്ങളിലായി കരിങ്കൊടി കാണിച്ചപ്പോൾ ഉണ്ടായ സംഭവത്തെ തുടർന്നാണ് മുഖ്യമന്ത്രി അത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത്. കരിങ്കൊടി കാണിക്കുവാൻ ജനാധിപത്യത്തിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, പ്രതിഷേധിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് അതിന് അവകാശമുണ്ട്. എന്നാൽ ഇവിടെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവുമായി വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആ സ്വാതന്ത്ര്യം വകവെച്ചു കൊടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല, മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാർ തയ്യാറാകുന്നില്ല. പകരം അവർ രക്ഷാപ്രവർത്തനം നടത്തി യൂത്ത് കോൺഗ്രസ്കാരെയും അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്ന ആര് തന്നെയായാലും അവരെ എല്ലാവരെയും കൈകാര്യം ചെയ്ത് തല്ലിച്ചതയ്ക്കുവാനാണ് ഇപ്പോൾ പ്ലാനിട്ടിരിക്കുന്നത് എന്നാണ് കഴിഞ്ഞ കാല സംഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. എന്നാൽ ഇപ്പോൾ മറ്റൊരു അനിഷ്ട സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു. ആലപ്പുഴയിൽ നവകേരള സദസ്സിന് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്ഐക്കാരും CPM ഗുണ്ടകളും ചേർന്ന് മർദ്ദിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു പുതിയ സംഭവമല്ല. പക്ഷേ ഇപ്പോൾ മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആലപ്പുഴയിലെ ഒരു പ്രാദേശിക നേതാവിന്റെ വീട്ടിൽ കടന്നു കയറി ഏതാണ്ട് 12ഓളം CPMകാരും അല്ലെങ്കിൽ CPM ഗുണ്ടകളും ഡിവൈഎഫ്ഐക്കാരും ചേർന്ന് ആ നേതാവിന്റെ വീട് ഏതാണ്ട് ഭാഗികമായി തന്നെ തല്ലിപ്പൊളിച്ച് കളഞ്ഞിരിക്കുന്നു. വീട്ടിലെ വീട്ടുപകരണങ്ങളെല്ലാം വളരെ വില കൂടിയ വീട്ടുപകരണങ്ങൾ പോലും തല്ലി പൊളിച്ച് കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വളരെ വിചിത്രമായ വസ്തുത. ആലപ്പുഴയിലെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവായ ജോബിന്റെ വീട്ടിലാണ് സംഭവം. ജോബ് ഒരു കാരണവശാലും കരിങ്കൊടി പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നില്ല. രാഷ്ട്രീയപരമായി പിണറായി വിജയന്റെ എതിർ ചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രീയക്കാരനാണ്, കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്, മണ്ഡലം ഭാരവാഹിത്വം ഉള്ള ആൾ തന്നെയാണ്, ആലപ്പുഴയിലെ പ്രാദേശിക നേതാവാണ്. എന്നാൽ ഒരു കാരണവശാലും കരിങ്കൊടി പ്രതിഷേധത്തിന് ജോബ് പോയിരുന്നില്ല, ജോബിന്റെ ബന്ധുക്കളാരും പോയിരുന്നില്ല. പക്ഷേ ആലപ്പുഴയിലെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരെ മർദ്ദനം അഴിച്ചുവിട്ടതിന് ശേഷം CITU ഗുണ്ടകളും CPMകാരും ഡിവൈഎഫ്ഐക്കാരും നേരെ ജോബിന്റെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. ഈ സമയത്ത് ജോബിന്റെ വീട്ടിൽ ജോബിന്റെ ഭാര്യയും മാത്രമുണ്ടായിരുന്നുള്ളൂ. ജോബിന്റെ ഭാര്യയുടെ 2 കാലിലെയും മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയവർ തന്നെയാണ്. അവരെ കഴുത്തിന് പിടിച്ച് തള്ളി താഴെയിട്ടു ഈ CITU ഗുണ്ടകളും ഡിവൈഎഫ്ഐക്കാരും. അവരുടെ കരച്ചിൽ കേട്ടാണ് ജോബ് ഓടിയെത്തുന്നത്. ജോബ് മുകളിലത്തെ നിലയിൽ ബാത്റൂമിലായിരുന്നു.
ജോബ് താഴെ വന്നു കഴിഞ്ഞപ്പോൾ ഭാര്യയെ തള്ളി താഴെയിട്ടിരിക്കുന്നു. വീട്ടിലെ ഇരിപ്പിടങ്ങളെല്ലാം ഡിവൈഎഫ്ഐക്കാരും CIT ഗുണ്ടകളും അടിച്ചു തകർത്തും മറിച്ചിട്ടിരിക്കുന്നു. ജനൽ ചില്ലുകൾ തകർത്തിരിക്കുന്നു. എന്തിനാണ് ഇത്തരത്തിൽ യാതൊരു തരത്തിലും ഒരു പ്രകോപനം തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാതെ തന്റെ വീട് കയറി ഇവർ ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് ജോബ് പറഞ്ഞത്. ഒരു കാരണവശാലും എനിക്ക് ഇത്തരം ആളുകളുമായി യാതൊരു തരത്തിലുള്ള ഒരു ശത്രുതയില്ല. എന്റെ വീട് തല്ലിപ്പൊളിക്കാൻ എത്തിയവരിൽ 3-4 പേരെ എനിക്ക് കണ്ടാലറിയാം. അവർ സ്ഥലത്തെ CIT-കാരും CPM-കാരും DYFI പ്രവർത്തകരും തന്നെയാണ്. എന്നാൽ ഇവരാരും തമ്മിൽ എനിക്ക് യാതൊരു തരത്തിലും ശത്രുതയില്ല. രാഷ്ട്രീയപരമായി വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ എന്നതുകൊണ്ട് മാത്രം അവരെ എന്നോട് എന്തിനാണ് ഇത്തരം ശത്രുതാ മനോഭാവത്തോടു കൂടി കടന്നു കയറി എന്റെ വീട്ടിൽ കയറി എന്റെ വീട് അടിച്ചു പൊളിക്കുവാനും വീട്ടിലെ ഉപകരണങ്ങളെല്ലാം നശിപ്പിക്കുവാനും മെനക്കെട്ടത് എന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും തക്ക സമയത്ത് പോലീസ് എത്തിയതിനാൽ മാത്രമാണ് കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരുന്നതെന്നും തന്റെ വീട്ടിലെ കൂടുതൽ ഉപകരണങ്ങളും നശിക്കാതിരുന്നതും അല്ലെങ്കിൽ ഒരുപക്ഷെ വീട് തന്നെ ഇവർ തല്ലിപ്പൊളിച്ചേനെ എന്ന് തന്നെയാണ് ജോബ് പറയുന്നത്. എന്തായാലും പോലീസിന്റെ യഥാസമയത്ത് യഥോചിതമായ പ്രവൃത്തി കൊണ്ട് കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല എന്നാണ് ജോബ് ഇപ്പോൾ പറയുന്നത്. ജോബിന്റെ വീട് തല്ലിപ്പൊളിക്കാൻ നേതൃത്വം നൽകിയ പലരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറമെ വരുന്നത്. എന്തായാലും പോലീസിനോട് താൻ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ജോബ് പറഞ്ഞത്. തനിക്ക് ആരോടും യാതൊരു തരത്തിലും ശത്രുതയില്ല, പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല. എന്നാൽ ഈ സംഘത്തിൽ തനിക്കറിയാവുന്ന 3-4 പേരുണ്ടായിരുന്നു. അവരുടെ എല്ലാം പേര് വിവരങ്ങൾ പോലീസിനോട് ജോബ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അക്രമത്തിന് നേതൃത്വം നൽകിയവരിൽ പലരും പോലീസിന്റെ കസ്റ്റഡിയിലില്ല. ഒരാൾ മാത്രമാണ് പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളൂ എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്ഐക്കാരും CIT ഗുണ്ടകളും CPM ഗുണ്ടകളും ചേർന്ന് മർദ്ദിക്കുകയാണ് പതിവ്. ഇനിയിപ്പോ ഡിവൈഎഫ്ഐക്കാർക്ക് കിട്ടാത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസുകാർ അവർക്ക് പിടിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഡിവൈഎഫ്ഐക്കാർ അവരെയും രക്ഷാപ്രവർത്തനം നടത്തി തല്ലി ചതയ്ക്കുന്ന കാഴ്ചയായിരുന്നു ഇതുവരെയും കേരളം കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നവകേരള സദസ്സ് തെക്കൻ ജില്ലയിലേക്ക് പ്രവേശിച്ചതോടുകൂടി, അതായത് ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നതോടുകൂടി കരിങ്കൊടി കാണിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലുക എന്നുള്ളതിലുപരി അല്ലെങ്കിൽ അതിനുശേഷം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയോ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരുടെയോ വീട്ടിൽ കയറി വീട് അടിച്ചു പൊളിക്കുക എന്നൊരു കലാപരിപാടിക്ക് കൂടി DYFI പ്രവർത്തകരും CITU ഗുണ്ടകളും ഇപ്പോൾ പ്ലാനിട്ടിരിക്കുന്നു എന്ന് വേണം ജോബിന്റെ വീട് തകർത്തതിലൂടെ മനസ്സിലാക്കാൻ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതെന്തായാലും വെറുതെ വിടാനുള്ള ഉദ്ദേശം തനിക്കില്ല എന്ന് ജോബ് പറയുന്നു. പക്ഷേ പരാതി കൊടുത്തുകൊണ്ട് എന്താണ് കാര്യം? പിണറായി വിജയന്റേതാണ് പോലീസ്. ഈ ആഭ്യന്തര വകുപ്പ് പിണറായി വിജയൻ ഭരിക്കുന്നിടത്തോളം കാലം, കേരളം പിണറായി വിജയൻ ഭരിക്കുന്നിടത്തോളം കാലം ഇത്തരത്തിലുള്ള ഒരു പരാതി കൊടുത്തുകൊണ്ടും യാതൊരു പ്രയോജനവുമില്ല എന്ന് തന്നെയാണ് ജോബ് പറയുന്നത്. എങ്കിലും പോലീസിൽ കൃത്യമായ രീതിയിൽ മൊഴി കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെ ജോബ് പറയുന്നു. ഇതാണ് CPM-ന്റെയും DYFI-കാരുടെയും പ്രവർത്തന പദ്ധതിയെങ്കിൽ ഇനി എങ്ങനെയാണ് സാധാരണക്കാരന് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുക, കേരളത്തിൽ സ്വൈര്യമായിട്ട് ജീവിക്കാൻ സാധിക്കുക എന്ന് തന്നെയാണ് ജോബ് പറയുന്നത്. മുഖ്യമന്ത്രി നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് റോഡ് നീളെ ഇറങ്ങി നടക്കുന്നു, അഥവാ മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ യാത്ര നടത്തുന്നു. ഇവിടെ സാധാരണക്കാർക്ക് പെരുവഴിയിൽ ഇറങ്ങി നടക്കാനോ യാത്ര ചെയ്യാനോ ഉള്ള സൗകര്യം ഇല്ലാതിരിക്കുന്നു. ഇത് വളരെ വിരോധാഭാസം തന്നെയാണ് എന്നാണ് ഇപ്പോൾ ജോബ് പറയുന്നത്. ആലപ്പുഴ ജില്ലയിലേക്ക് നവകേരള സദസ്സ് പ്രവേശിക്കുന്ന സമയത്ത് അതിന് മുന്നോടിയായി തന്നെ കരുതൽ നടപടി എന്ന രീതിയിൽ കോൺഗ്രസിന്റെ മണ്ഡലം ചുമതലയുള്ള പല നേതാക്കളെയും പോലീസ് കരുതൽ തടങ്കലിൽ വെച്ചിരുന്നു. പല കർഷക കോൺഗ്രസ് അംഗങ്ങളെയും പോലീസ് കരുതൽ തടങ്കലിൽ വെച്ചിരുന്നു. ഇവർക്ക് കുടിവെള്ളം പോലും പോലീസ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ എത്തിച്ചു കൊടുത്തില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ജോബ് പരാതിപ്പെടുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ തേർവാഴ്ച അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ്. നവകേരള സദസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ തേർവാഴ്ച സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിലാഴ്ത്തിയിരിക്കുന്നു. സാധാരണക്കാരന് സ്വൈര്യമായി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് DYFI ഗുണ്ടകളും CPM ഗുണ്ടകളും CITU-കാരും ചേർന്ന് നാട്ട് കുട്ടിച്ചോറാക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റിമറിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ജോബ് പറയുന്നത്. എന്തായാലും ഈ അനീതിക്കും അക്രമത്തിനെതിരെ സംഘടനാ തലത്തിലും അല്ലാതെ ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രക്ഷോഭം സംഘടിപ്പിക്കും എന്ന് തന്നെയാണ് ജോബ് ഇപ്പോൾ പറയുന്നത്. സാധാരണക്കാരന് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് മുഖ്യമന്ത്രി ജനങ്ങളെ കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്നു. നവകേരള സദസ്സ് എന്നുള്ള യാത്ര കേരളത്തിന്റെ കൊലയാത്രയായി മാറിയിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്യുവാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു യാത്ര നടത്തുന്നത് എന്നാണ് ജോബ് ഇപ്പോൾ പറയുന്നത്. ഇനിയും വരും കാലങ്ങളിൽ ഈ യാത്ര പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ പല ജില്ലകളിലും ആളുകൾ ഇതുപോലെ മർദ്ദനമേറ്റ് അവശരാകുകയോ അവരുടെ വീടുകൾ CPM ഗുണ്ടകൾ തകർക്കുകയോ ചെയ്യും എന്ന് തന്നെയാണ് ജോബ് വ്യക്തമാക്കുന്നത്.